CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടിനെ കണ്ണീരണിയിച്ച മിന്നൽ ദുരന്തത്തിൽ മരിച്ച സുഹൃത്തുക്കളായ 4 യുവാക്കൾക്ക് നാട് വികാരനിർഭരമായി വിട നൽകി. മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും വിയോഗം തീരാ നോവായി. ഒറ്റപ്പാലം നഗരത്തിലെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിനി കൃഷ്ണവേണിയുടെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തൽ. കേസിൽ യുവതിയുടെ ഭർത്താവ് ആത്തൂർ കൽപ്പകന്നൂർ സ്വദേശി മണികണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വർണ്ണക്കാഴ്ചകൾ സമ്മാനിച്ച് തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. AB വിഭാഗങ്ങളിലായി ഒരുക്കിയ പൂരവിസ്മയത്തിൽ നാടിന്റെ ആവേശവും ആഹ്ലാദവും ഒത്തുചേർന്നു. നാടിനെ കണ്ണീരണിയിച്ച മിന്നൽ ദുരന്തത്തിൽ മരിച്ച സുഹൃത്തുക്കളായ 4 യുവാക്കൾക്ക് നാട് വികാരനിർഭരമായി വിട നൽകി. മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും വിയോഗം തീരാ നോവായി. തിരക്ക് പിടിക്കരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഈ ഭാഗത്ത് പതുക്കെ അവിടെ വണ്ടിയേഴ്സ് നിയന്ത്രിച്ചാൽ മതി. എല്ലാവരും വണ്ടിയേഴ്സിനോട് സഹകരിക്കണം. എല്ലാവർക്കും കാണാനുള്ള സൗകര്യമുണ്ട്. എല്ലാവരും കണ്ടതിന് ശേഷം അയ്യത്തുകളുടെ ഡെഡ് ബോഡി ഇവിടുന്ന് എടുക്കുകയുള്ളൂ. സഹപാഠികളും ഇവിടെ പഠിച്ചവരും ഓടിക്കളിച്ചവരും എല്ലാവരും ഈ കൂട്ടത്തിൽ ഉണ്ടാകും. എല്ലാവരും വിരുന്നുന്ന മനസ്സോടുകൂടെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും സൗകര്യം ഉണ്ടാകും. ആരും തിരക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിസ്കാരത്തിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. 4 പേരുടെയും മൃതദേഹങ്ങൾ ബുധനാഴ്ച രാവിലെ 11:30 കോഴിക്കോട്ട് പറമ്പ് ടസ്കർ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിനെത്തിച്ചു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ വൻ ജനാവലി അന്തിമോപചാരം അർപ്പിക്കാനെത്തി. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. നമ്മുടെ വരി വളരെ പെട്ടെന്ന് നീങ്ങുന്നുണ്ട്. ആരും തിരക്ക് കൂട്ടേണ്ടതില്ല. വണ്ടിയേഴ്സ് പറയുന്നത് പൂർണ്ണമായും അനുസരിച്ചാൽ ഒരു പ്രയാസമില്ലാതെ എല്ലാവർക്കും കാണാൻ പറ്റും. ലൈനില് ഒന്നിച്ച് എല്ലാവരും ലൈനായി നിന്ന് 4 മയ്യത്തുകളെയും കാണാനുള്ള സൗകര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് തിരക്ക് കൂട്ടരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ തങ്ങള് നിസ്കാരത്തിന് നേതൃത്വം നൽകാനും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ദുആ നടക്കും, നിസ്കാരവും നടക്കും. അതിന്റെ ഇടയിൽ നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും പരമാവധി നിസ്കാരത്തിൽ പങ്കെടുക്കുക. ഇവിടെ നിൽക്കുന്ന പോലെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് നാടിന്റെ നേതൃത്വത്തിൽ നിസ്കാരം നടക്കുകയാണ്. അതിനുശേഷവും നമുക്ക് നിസ്കരിക്കാം. 10 എല്ലാവരും നിസ്കാരത്തിൽ പങ്കെടുക്കുക. ഈ ഇടത് ഭാഗത്തേക്ക്
എല്ലാവരും ലൈനായിട്ട് നിൽക്കുക. നമ്മൾ കാർപ്പറ്റ് വിരിച്ച സ്ഥലമുണ്ട്, ആ കാർപ്പറ്റ് വിരിച്ച സ്ഥലത്ത് സഫായി നിൽക്കുകയും പിന്നീട് ഓഡിറ്റോറിയത്തിന്റെ മുറ്റത്തെത്തി കഴിഞ്ഞാൽ തിവില നേരെ മുന്നോട്ട് തന്നെയാണ്. കാർപ്പറ്റിട്ട ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തേക്കായി തിരിഞ്ഞ് സഫായി നിൽക്കുക. ആ സഫുകൾക്ക് ശേഷം ബാക്കിൽ എത്രയും നമുക്ക് പിന്നീട് അതത് വീടുകളിലേക്ക് കൊണ്ടുപോയി. മലയിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കം. മങ്കടയ്ക്കു സമീപം വെള്ളില കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ചൊവ്വാഴ്ച വൈകിട്ട് 4:30യോടെയാണ് ദുരന്തം. വ്യൂ പോയിന്റിൽ കാഴ്ച കാണാൻ എത്തിയ വെള്ളിലമലയിൽ പുതുക്കുടി അലിയുടെ മകൻ 20 വയസ്സായ റഹീസ്, പുത്തൻവീട്ടിൽ കൂരിമണ്ണിൽ സെയ്തലയുടെ മകൻ ബഹാസ് 18 വയസ്സ്, ആലിക്കാപ്പറമ്പിൽ അസീസിന്റെ മകൻ സിയാദ് 18 വയസ്സ്, കറുത്താൻകുത്ത് നിസാറിന്റെ മകൻ ഫഹദ് 22 വയസ്സ് എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 2 പേർ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച വൈകിട്ട് വെള്ളിലയിലെ വ്യൂ പോയിന്റിലെത്തി സായാഹ്നം ആസ്വദിക്കാൻ എത്തിയതായിരുന്നു 7 അംഗ കൂട്ടുകാർ. സായാഹ്ന ചോപ്പ് മാറി മാനം കറുത്തപ്പോൾ അത് തങ്ങളുടെ ജീവിതത്തിലും കരിനിഴൽ പടർത്തുമെന്ന് അവർ നനച്ചിട്ടുണ്ടാവില്ല. പെട്ടെന്നാണ് ശക്തമായ മഴയും മിന്നലും ഉണ്ടായത്. തുറസായ പ്രദേശമായതിനാൽ നേരിട്ട് മിന്നലേൽക്കുകയായിരുന്നു. കണ്ണടച്ച് തുറക്കും മുൻപേ മങ്കടയെ മരണമയമാക്കി ആ മിന്നൽ. CCN പെരിന്തൽമണ്ണ. മുഖ്യമന്ത്രി തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വേഗത്തിൽ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ടെന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി തീരുമാനം വൈകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. ഹൈക്കമാൻഡ് തീരുമാനം വന്നാൽ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ സാദിഖലി തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇനിയിപ്പോ നിങ്ങള് ഒരുപാട് സമയം എടുക്കാനൊന്നുമില്ല. ഞങ്ങളുടെ നേതൃയോഗം കഴിഞ്ഞു. തങ്ങൾക്കിപ്പോ മങ്കടയിൽ പോവാനുണ്ട്. ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്ത് പോവാണ് ഞങ്ങൾ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് തീരുമാനം വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളിപ്പോൾ ഈ മീറ്റിംഗ് എല്ലാ കാര്യങ്ങളും തങ്ങളെ ഓതറൈസ് ചെയ്തു. ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് ഇനി ബാക്കി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം വന്നതിന് ശേഷം എന്താണ് എന്നുള്ളത് ഫൈനലായിട്ട് എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് തങ്ങളെ അധികാരപ്പെടുത്തി. അതാണ്. ഇവര് അതിലേക്കൊന്നും പോകണ്ട. നിങ്ങളത് ഇനി ഈ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ ഈ ഘട്ടത്തിൽ മറുപടി പറയില്ല. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അതെ അതെ അല്ല, അത് ഇതിനകം ആരും ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. അവർ ഹൈക്കമാൻഡ് തീരുമാനം അറിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് നിങ്ങളെ പത്രക്കാരെ കാണുന്നതാണ്. അല്ല, എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചും തങ്ങൾ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ ഭരണസ്തംഭനം തുടരുകയല്ലേ ഇപ്പോൾ? ഇല്ല, ഇതൊക്കെ ഒരു യൂഷ്വൽ ഇതല്ലേ. ഒരാഴ്ച ആകുമ്പോഴത്തേനും സ്തംഭനമാകുമോ? ഇനി ഭരിക്കാൻ പോകുന്ന UDF എന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുള്ളൂ. വേറെ എവിടെയും പോയി ഉത്തരവ് വാങ്ങൂല. ആ പേടി ഓടിക്കണ്ട. തീരുമാനം വരുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അത് നിങ്ങളൊക്കെ പോലെ തന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധികം തീരുമാനം വൈകൂലല്ലോ. അതൊക്കെ റെസ്പോൺസിബിൾ മാറ്റർ അല്ലേ. അവരവരെ സമയം എടുക്കട്ടെ. എന്നിട്ട് അവർ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തങ്ങൾ അധികാരപ്പെടുത്തിയിട്ട് തങ്ങൾ ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയും. മുഖ്യമന്ത്രി ചർച്ചയിൽ ആ കാര്യങ്ങളും തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? മന്ത്രിസ്ഥാനം, ലീഗിന്റെ മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ രീതി അതാണല്ലോ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പിന്നെ ഒരു ഗവൺമെന്റ് രൂപീകരണം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും തങ്ങൾ അധികാരപ്പെടുത്തി. ഇനി ഞങ്ങൾ ചർച്ചക്കായ ഒരു ഡെലിഗേഷൻ പോകും. തീരുമാനം വന്നു കഴിഞ്ഞാൽ. CCN മലപ്പുറം. ഒറ്റപ്പാലം നഗരത്തിലെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിനി കൃഷ്ണവേണിയുടെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തൽ. കേസിൽ യുവതിയുടെ ഭർത്താവ് ആത്തൂർ കൽപ്പകന്നൂർ സ്വദേശി മണികണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുണി ഉപയോഗിച്ച് മൂക്ക് പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് കണ്ടെത്തി. ഒറ്റപ്പാലം തെന്നടി ബസാർ വിവേകാനന്ദ റോഡിലെ വാടക വീട്ടിൽ ശനിയാഴ്ച രാത്രിയാണ് യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനു പിന്നാലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത മണികണ്ഠനെ പിന്നീട് വിട്ടയച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകം സംബന്ധിച്ച കുറ്റസമ്മതം. ശ്വാസം മുട്ടിയാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നെങ്കിലും കൊലപാതകമാണെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പോലീസ് ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്കും വിട്ടിരുന്നു. മദ്യലഹരിയിലായിരുന്ന മണികണ്ഠൻ കൃഷ്ണവേണിയുമായി തർക്കമുണ്ടായെന്നും ഇത് കൊലപാതകത്തിൽ കലാശിച്ചെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ.
10 വർഷമായി ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലുമായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ദമ്പതികൾ. ഇവർ തമ്മിൽ തർക്കം പതിവായിരുന്നുവെന്ന് അയൽവാസികൾ മൊഴി നൽകിയിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ KR രൂപേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. CCN ഒറ്റപ്പാലം. കൊപ്പം മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച വലിയ പൂരം ആഘോഷിച്ചു. വൈകിട്ട് താലം നിരത്തിയുള്ള തേരെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, പരമ്പരാഗത വേലകളുടെ വരവ് എന്നിവ ഉണ്ടായി. രാവിലെ വലിയ പൂരം കൊട്ടിയറിയിക്കൽ, ഉച്ചയ്ക്കു ശേഷം സന്ധ്യാവേലയ്ക്ക് വിളക്കുവയ്ക്കൽ, തായമ്പക, കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ്, പൂരം കൊട്ടിയറിയിക്കൽ, താലം നിരത്തിയുള്ള തേരെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, പരമ്പരാഗത വേലകളുടെ വരവ് എന്നിവയുണ്ടായി. ചുറ്റുമേളം, വെളിച്ചപ്പാടുമാരുടെ നൃത്തം, അരിയേറ് എന്നിവയും നടന്നു. CCN ചെർപ്പുളശ്ശേരി. വർണ്ണക്കാഴ്ചകൾ സമ്മാനിച്ച് തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. A-B വിഭാഗങ്ങളിലായി ഒരുക്കിയ പൂരവിസ്മയത്തിൽ നാടിന്റെ ആവേശവും ആഹ്ലാദവും ഒത്തുചേർന്നു. ഉച്ച കഴിഞ്ഞതോടെ തട്ടകദേശങ്ങളിൽ നിന്നുള്ള ചെറുപൂരങ്ങൾ, തിറപൂതൻ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളുടെ പകിട്ടിൽ കൊട്ടിപ്പുറപ്പെട്ടതോടെ പുഴയോര ഗ്രാമങ്ങളിലെല്ലാം ഉത്സാഹമായി. വൈകിട്ടോടെ ദേശപൂരങ്ങൾ എത്തിത്തുടങ്ങിയതോടെ ആർപ്പുവിളികളും കരഘോഷവും ഉയർന്നു. മുഴുവൻ വേലകളും എത്തിയപ്പോൾ A വിഭാഗത്തിലെ 15 ആനകൾ പടിഞ്ഞാറും B വിഭാഗത്തിലെ 15 ആനകൾ കിഴക്കും നിലയുറപ്പിച്ചു. പഞ്ചവാദ്യം ക്ഷേത്രനടയിൽ കൊട്ടിക്കലാശിച്ചതോടെ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ 200-ലേറെ കലാകാരന്മാർ അണിനിരന്ന നാഗത്തറ മേളം തുടങ്ങി. ഇതോടെ തൃശൂർ പൂരത്തിന്റെ വർണ്ണക്കുടകൾ ഉപയോഗിച്ചുള്ള കുടമാറ്റവും തുടങ്ങി. A വിഭാഗം പാറമേക്കാവ് ദേവസ്വത്തിന്റെയും B വിഭാഗം തിരുവമ്പാടി ദേവസ്വത്തിന്റെയും കുടകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കുടമാറ്റം ആവേശക്കാഴ്ചയായി.
എഴുന്നള്ളിപ്പുകൾ സന്ധ്യയോടെ കാവിറങ്ങിയതോടെ പകൽ പൂരത്തിന് സമാപനമായി. CCN ചെർപ്പുളശ്ശേരി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മെയ് 16 കാലവർഷം തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ എത്താൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി നിലനിന്നിരുന്ന ന്യൂനമർദ്ദം നിലവിൽ ശക്തി പ്രാപിച്ച് ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയിരിക്കുകയാണ്. അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCN. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദ വേദിയുടെ 2ാമത് സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ശാലിനി മുരളി, മണികണ്ഠൻ കൊളത്തൂർ, കേൻകുട്ടി കടമ്പഴിപ്പുറം എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായതെന്ന് വേദി ഭാരവാഹികൾ അറിയിച്ചു. സാഹിത്യരംഗത്ത് വള്ളുവനാടൻ തനിമ ചോരാതെ തനതായ എഴുത്തിടം സൃഷ്ടിക്കുന്ന കഥാകാരിയാണ് ശാലിനി മുരളി. നോവൽ സാഹിത്യ മേഖലയിൽ തികച്ചും പുതുമയാർന്ന ശൈലി അവലംബിച്ച രചനയാണ് മണികണ്ഠൻ കൊളത്തൂരിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ബാലസാഹിത്യ രംഗത്ത് കേൻകുട്ടി കടമ്പഴിപ്പുറം നൽകിയ നിസ്തുലമായ സംഭാവനകൾ കണക്കിലെടുത്താണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതെന്ന് ജൂറി അംഗങ്ങളായ മാധവൻ പുറച്ചേരി, രാധാകൃഷ്ണൻ കുന്നുംപുറം, തുളസി കേരളശ്ശേരി എന്നിവർ വ്യക്തമാക്കി. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മെയ് 30 രാവിലെ 10:30 ചെർപ്പുളശ്ശേരിയിൽ നടക്കുന്ന സാഹിത്യ സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികളായ KR രവി, മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി, ബിജുമോൻ പന്തിരിക്കുലം, ഗോപൻ എഴക്കാട്, ഡോക്ടർ അജിത് മാരായമംഗലം എന്നിവർ അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ തൂണിനു മുകളിൽ സ്ലാബിൽ കുടുങ്ങിയ യുവാവിനെ പെരിന്തൽമണ്ണ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി താഴെയിറക്കി. തമിഴ്നാട് ട്രിച്ചി സ്വദേശി ചന്ദ്രനെയാണ് രക്ഷിച്ചത്.
സ്ലാബിൽ കുടുങ്ങി അവശനായി ഒരു യുവാവ് കിടക്കുന്നുണ്ടെന്ന് സിവിൽ ഡിഫൻസ് വാർഡൻ ഷിഹാബ് അഗ്നിരക്ഷാസേന ഓഫീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2-ന് സ്റ്റേഷൻ ഓഫീസർ CP നാസറിന്റെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങൾ സംഭവസ്ഥലത്തെത്തി. സീനിയർ ഓഫീസർ S അനി, ഓഫീസർമാരായ രഞ്ജിത്ത്, സുജിത്, ഹർഷാദ് എന്നിവർ മേൽപ്പാലത്തിന് മുകളിൽ നിന്ന് കയറിന്റെ സഹായത്തോടെ സ്ലാബിലേക്ക് ഇറങ്ങി. കയറും വലയും ഉപയോഗിച്ച് ഇയാളെ താഴെയിറക്കുകയായിരുന്നു. ഇയാൾ മദ്യലഹരിയിലായിരുന്നതായി പറയുന്നു. ഡ്രൈവർ ശരത്, ഹോംഗാർഡ് TK രാമകൃഷ്ണൻ, സിവിൽ ഡിഫൻസ് അംഗങ്ങളായ ഷിഹാബ്, മുസമിൽ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടിനെ കണ്ണീരണിയിച്ച മിന്നൽ ദുരന്തത്തിൽ മരിച്ച സുഹൃത്തുക്കളായ 4 യുവാക്കൾക്ക് നാട് വികാരനിർഭരമായി വിട നൽകി. മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും വിയോഗം തീരാ നോവായി. ഒറ്റപ്പാലം നഗരത്തിലെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിനി കൃഷ്ണവേണിയുടെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തൽ. കേസിൽ യുവതിയുടെ ഭർത്താവ് ആത്തൂർ കൽപ്പകന്നൂർ സ്വദേശി മണികണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വർണ്ണക്കാഴ്ചകൾ സമ്മാനിച്ച് തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. AB വിഭാഗങ്ങളിലായി ഒരുക്കിയ പൂരവിസ്മയത്തിൽ നാടിന്റെ ആവേശവും ആഹ്ലാദവും ഒത്തുചേർന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.